എന്റെ ദൈവമേ, എന്തൊരു ചൂടായത്. ഹലോ. ജ്യൂസ് ഇതാ സുമേ ജ്യൂസ്. ആ ചേച്ചി ഇങ്ങോട്ട് ഇരിക്കേ. വേണ്ട. ഇരിക്ക് ചേച്ചി. ആ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഞാനിതാ എങ്ങനെയൊക്കെ കഴിയണു. അല്ല, പോറ്റിച്ചേട്ടൻ ഡയറക്ടറായെ കെട്ടുമെന്നുള്ള പ്രതിജ്ഞയിലാണോ ഇപ്പോഴും? ആ അതില് മാറ്റൊന്നുമില്ല. ആ ചേച്ചിക്ക് ഓർമ്മയുണ്ടോ, ചേച്ചി നായികയാകാൻ വന്ന സിനിമയിലാണ് ഞാൻ ആദ്യമായി അഭിനയിക്കാൻ വന്നത്. ആ സിനിമ നിന്നതോടെ ചേച്ചി അഭിനയം നിർത്തി, ഞാൻ അഭിനയം തുടങ്ങി. എന്നെ എത്ര സിനിമയിലേക്ക് വിളിച്ചതാ, പക്ഷെ പോറ്റിച്ചേണ്ട സിനിമയിലെ അഭിനയിക്കൂന്ന് എനിക്കും വാശിയ. പിന്നെ വീടുമായിട്ട് ഉടക്കിയപ്പോ വീട് സിനിമയായി. ഇപ്പൊ ഒരു സിനിമാ വീട്ടമ്മയുടെ റോളാ സിനിമാക്കാർക്ക് വേണ്ടി വെച്ചു വിളമ്പുന്നു. ചേച്ചി ദേ അങ്ങോട്ട് നോക്കിയേ, അവര് തമ്മിൽ എന്തോ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. അവര് തമ്മിൽ നല്ല ജോഡിയാ. ഞാൻ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്കിതൊക്കെ കാണുമ്പോ ഭയോ. എന്റെ അവസ്ഥ വേറൊരാൾക്കും വരാതിരുന്നാ മതി. മാഡം ഷോട്ട് റെഡി. ഞാൻ റെഡിയാ. ലോഡ്ജിന്റെ ആളാണല്ലോ നിൽക്കുന്നത്. ആകപ്പാടെ പ്രശ്നം തന്നെ. തമ്പി ഇല്ല ഉടനെ തരും. ഇപ്പൊ ഞാൻ റൂമിൽ കയറിട്ട് വിട്ടു. യെസ് കമ്മിങ്. ആ വരൂ, ഇരിക്ക്. എടാ സരസ, ഈ വർക്ക് ചെയ്ത കാശ് എനിക്ക് കിട്ടിയില്ലേലും വേണ്ടില്ല. ഷു, എന്റെ ആഭരണങ്ങളൊന്നുമില്ലാതെ ഞാൻ എങ്ങനെ എന്റെ വീട്ടിൽ പോകും? കനകൻ സാർ എത്തിയാലുടൻ ആഭരണം ഞാൻ വീട്ടിലെത്തിക്കാം. നമ്മുടെ പ്രൊഡക്ഷൻ വണ്ടി ഇന്നും ഇറങ്ങിയില്ല. ഞാനൊരു ടാക്സി അറേഞ്ച് ചെയ്ത് തരാം. എന്തായാലും വേണ്ടില്ല. എടാ, നീ ആ കനകൻ എവിടെയാണെന്നൊന്ന് അന്വേഷിക്ക്. 4 വഴിക്ക് ഞങ്ങൾ അന്വേഷിക്കുകയാണ് ചേച്ചി, ഒരു അറിവും ഇല്ല. അല്ല ചേച്ചി, ചേച്ചിയുടെ ഉരുപ്പടിയൊക്കെ ഞാൻ നാളെ തന്നെ കൊണ്ടെത്തിക്കാം. വാ. രവീന്ദ്ര, രവീന്ദ്ര, അപ്പൊ എനിക്ക് ആളെ തെറ്റില്ല. നിനക്കെന്നെ മനസ്സിലായിട്ടടാ, ഞാനാ കനകരാജ്. കനക, നീയോ? ഏയ്, അവനെ വിടറാ, ഇതെന്റെ ചങ്ങാതിയാ. എത്ര നാളായി എന്ത് കോലടാ നിന്റേത്? എന്നെ വിശ്വസിച്ച് ദൈവം തന്ന ശിക്ഷയാടാ ഇത്. ஐயோ இவங்க எப்பவுமே உங்களை பத்தி தான் பேசிட்டு இருக்கு. இப்ப കേരളത്തിലേക്ക് வரப்போறதே உங்களை தேடிയാണ്. இந்த சாமிയാണ് உங்களை ഇവിടെ എത്തിച്ചത്. നടന്നത് എന്താണെന്ന് ഞാൻ പറയാം. എന്തായാലും നീ തിരിച്ചെത്തിയല്ലോ. നീ വേഷമൊക്കെ ഒന്ന് മാറ്റി. என்ன சார், என்ன பிரச்சனை? ഒന്നുമില്ല, ഇതെന്റെ പഴയ ചങ്ങാതിയാ കനകരാജ്. இந்த ஆளோட பேர்ல தான் சார் எல்லா மாசம் பூஜை செய்யறது. അതെ, என்ன சார் இது? இவர் தானே உங்க பேர்ல எல்லா மாசம் இங்க அன்னதானம் செஞ்சுட்டு இருக்கு. உங்களுக்கு தெரியாதா? നീ കേട്ടില്ലേ? നീ വീട്ടിലേക്ക് വാ, എല്ലാം വിശദമായി പറയാം. വാ. ഇന്നലെ ഡ്രസ് ആ അതിൽ എന്നെ കാണാൻ എന്ത് രസമായിരുന്നു. സത്യം. അതെ നോക്കിയേ,
പഞ്ഞാലടിക്കാനൊക്കെ സമയം തരാം. ഇപ്പൊ നിങ്ങളെ സീനാ. ആ വാ വാ വാ. എല്ലാം റെഡിയായി റെഡിയായി. ആ ഷൂട്ട് ശരി ശരി. എല്ലാം ചാടി ചാടി നിൽക്കിയങ്ങോട്ടെ. ആ സാറേ ഈ സീൻ കഴിഞ്ഞ ഇല്ല സാറേ, വണ്ടി എല്ലാം അറേഞ്ച് ചെയ്യാം, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ സാർ. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. എന്താ അല്ല, നിങ്ങൾ എന്തായി കാണിക്കണത്? നായകനാണ് തല്ലേണ്ടത്. മര്യാദക്ക് അവിടെ ഞാൻ അടങ്ങി ഒതുങ്ങിയിരുന്നോണം. സാറേ, ഇത് ഷൂട്ടിംഗ് അല്ല, കിഡ്നാപ്പിംഗ് ആണ്. വെയിലൊക്കെ കൊണ്ട് നീ അങ്ങ് കറുത്തല്ലോ. എന്തിനാ മോളെ ഈ കടുംപിടുത്തം? വാ പോവാ. നാടക്കടി ഇങ്ങോട്ട്. ഷാജി ഷാജി വിട്. ഷാജി വെറുതെ പ്രശ്നം ഉണ്ടാക്കില്ല. വിട് ഷാജി. വിടാൻ ഷാജി. ഷാജി വിടാൻ. വിടാനല്ലേ പറ. എന്തു പറ്റി ഇവിടെ? ഇന്ന് ഷൂട്ടിംഗ് ഇല്ലേ? സാറേ, സാറ് അതൊക്കെ പിന്നെ പറയാം. ജയശങ്കറിനെ പോലീസ് കൊണ്ടുപോയി സാർ. പോലീസ് കൊണ്ടുപോയെന്നോ? എന്തിന്? ആ ഷാജീവൻ അന്നേ തട്ടിക്കൊണ്ടുപോകാൻ നോക്കി. അത് തീർത്ത ജയശങ്കരൻ തല്ലി, ഞങ്ങളെയും തല്ലി. അവര് വെറുതെ വിടാൻ പറ്റില്ല സാറേ. എന്തായാലും വരൂ, വണ്ടിയെടു. എങ്ങനെയുണ്ടാ? സാക്ഷാൽ പോലീസിന്റെ ഇടി ഞാൻ സിനിമയിൽ ഇടിച്ചിരുന്നെങ്കില് എന്നെ ഞാനൊരു സൂപ്പർ സ്റ്റാർ ആയനെ. സിനിമയിലെ ഇടിയല്ലേ നീ കണ്ടിട്ടുള്ളൂ. സിനിമ
അവന്റെ ഒരു പ്രേമം. മോളെ ഞാൻ പറയണ കേളു നീ. മോളെ അങ്ങോട്ട് പോണ്ട. എനിക്ക് മോളെ, ഇപ്പൊ നമുക്ക് ജയശങ്കരനെ കാണാൻ പറ്റില്ല. നീ സമാധാനപ്പെടും. കണ്ടാ മതി സരസേട്ടാ. അവരിവിടെ വരും. സമാധാനപ്പെടും. ഞാൻ പറയണ കേള്. മോൾ ഇവിടെ നില്ലേ. ഇവിടെ നിൽക്കാം. എന്റെ മോനെ നീ തല്ലുവല്ലടാ. അവൻ കെട്ടായിരുന്ന പെണ്ണിനെ തന്നെ നിനക്ക് പ്രേമിക്കണോ? സാറിന്റെ ഇടിക്കരുത്. നായിന്റെ മോനെ ഇടിച്ചാ നീ എന്ത് ചെയ്യോടാ? പിടിച്ചോ.